നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. യുകെയിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ കൗണ്ട് ബിൻഫെൻസിനെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി റിഫോം യുകെ നേതാവ് നൈജൽ ഫറാഗെ ക്ലാക്ടൺ പാർലമെന്റ് സീറ്റ് നിലനിർത്തി. വ്യക്തിപരമായ സാമ്പത്തിക വിവാദങ്ങളെയും അന്വേഷണങ്ങളെയും തുടർന്ന് രാജിവെച്ച ഫറാഗെ ഉപതെരഞ്ഞെടുപ്പിലൂടെ 62.8% വോട്ടുകൾ നേടിയാണ് തന്റെ സീറ്റ് വീണ്ടും ഉറപ്പിച്ചത്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ പ്രധാന പാർട്ടികളെയെല്ലാം ബഹിഷ്കരിച്ച വേറിട്ടൊരു പോരാട്ടത്തിനാണ് ക്ലാക്ടൺ മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ നിന്ന് ജനവിധിയിലൂടെ തലയുരുവാൻ ലക്ഷ്യമിട്ടാണ് ഫറാഗെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതെങ്കിലും പ്രധാന പാർട്ടികൾ വിട്ടുനിന്നതോടെ കൗണ്ട് ബിൻഫേസ് ഉൾപ്പെടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി മാത്രമായിരുന്നു അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും ഫറാഗിനെതിരെയുള്ള പാർലമെന്ററി സ്റ്റാൻഡേർഡ് കമ്മിറ്റിയുടെ അന്വേഷണം അദ്ദേഹം വീണ്ടും എം പിയായി ചുമതലയേൽക്കുന്നതോടെ പുനരാരംഭിക്കും. അതേസമയം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ആരോപിച്ച് ഫറാഗെ നേരിട്ട് ഹാജരാകാതിരുന്നത് മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറിയിട്ടുണ്ട്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്താനിരിക്കുന്ന ഉൾച്ചി ഫ്രീഡം ഷീൽഡ് സൈനിക അഭ്യാസത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തര കൊറിയ രംഗത്തെത്തി. മേഖലയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ ഭീഷണികൾ നേരിടുവാൻ തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഉത്തര കൊറിയ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വാർഷിക സൈനിക പരിശീലനങ്ങൾ തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അധിനിവേശ യുദ്ധ പരിശീലനമാണെന്ന് ഉത്തര കൊറിയ ആരോപിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രകോപനപരമായ അഭ്യാസ പ്രകടനങ്ങളാണ് ഇരു രാജ്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതെന്നും ഇത് കൊറിയൻ ഉപദ്വീപിനെ വൻ സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA വ്യക്തമാക്കി. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ഒരു ആണവ സഖ്യമായി മാറുകയാണെന്ന് കുറ്റപ്പെടുത്തിയ നോർത്ത് കൊറിയ ശത്രുക്കളുടെ പുതിയ നീക്കങ്ങളെ അതിശക്തമായ പ്രതിരോധ നടപടികളിലൂടെ നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകി. സൈനിക അഭ്യാസത്തിന് മറുപടിയായി വരും ദിവസങ്ങളിൽ കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങൾക്കും ശക്തി പ്രകടനങ്ങൾക്കും ഉത്തര കൊറിയ മുതിർന്നേക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രകൃതിവാതക ക്ഷാമത്തെ തുടർന്ന് സമീപകാലത്തെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ നേരിടുവാൻ ഇന്ത്യയുടെ അടിയന്തര സഹായം തേടി. രാജ്യത്തുടനീളം കടുത്ത വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സർക്കാർ കടകളും ഷോപ്പിംഗ് മാളുകളും രാത്രി 8 മണിക്ക് മുൻപായി അടച്ചു പൂട്ടണമെന്ന് നിർദ്ദേശം നൽകി. ഇന്ധനവും വാതകവും വൻതോതിൽ കുറഞ്ഞതോടെ ബംഗ്ലാദേശിലെ പ്രധാന വൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വ്യാഴാഴ്ച മുതൽ രാവിലെ 11 മുതൽ രാത്രി 8 വരെ മാത്രമായി വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പരിമിതപ്പെടുത്തി. എന്നാൽ ആശുപത്രികൾ, ഫാർമസികൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ഈ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ രൂക്ഷമായ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുവാൻ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഡീസൽ അടിയന്തരമായി ലഭ്യമാക്കുവാനാണ് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബംഗ്ലാദേശ് ഊർജ്ജ മന്ത്രി ഇഖ്ബാൽ ഹസൻ മഹ്മൂദ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദിയുമായി ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച നടത്തി. വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധന വിതരണം പുനരാരംഭിക്കുന്നതോടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പിൽ രൂക്ഷമായ ഉഷ്ണതരംഗത്തെ തുടർന്ന് ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതോടെ റൊമാനിയ തങ്ങളുടെ ഏക ആണവ നിലയം പൂർണ്ണമായി അടച്ചുപൂട്ടി. അയൽരാജ്യമായ ഹംഗറിയായും നദിയിൽ താൽക്കാലിക തടയണകളും ബ്രിഡ്ജുകളും നിർമ്മിച്ച് ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെയും പാക്സ് ആണവ നിലയത്തിന്റെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലാണ്. കടുത്ത വരൾച്ച കാരണം ഡാന്യൂബ് നദിയിൽ വെള്ളം കുറഞ്ഞതോടെ റൊമാനിയയിലെ ചെർണവോഡ ആണവ നിലയത്തിലെ റിയാക്ടറുകൾ തണുപ്പിക്കുവാൻ കഴിയാതെ വരികയായിരുന്നു. തുടർന്ന് അവസാന റിയാക്ടറും അടച്ചുപൂട്ടുവാൻ അധികൃതർ നിർബന്ധിതരായി. രാജ്യത്തിന്റെ 1/5 വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന ഈ നിലയം അടച്ചതോടെ അയൽ രാജ്യമായ മോൾഡോവയിലേക്കുള്ള വൈദ്യുതി വിതരണത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഡാന്യൂബ് നദിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഹംഗറിയിലെ പാക്സ് ആണവ നിലയത്തിലെ ഉൽപ്പാദനം പകുതിയിലധികമായി വെട്ടിക്കുറച്ചു. ജലനിരപ്പ് ഉയർത്തുവാനായി നദിയിൽ പാറകൾ സ്ഫോടനത്തിലൂടെ തകർക്കുകയും താൽക്കാലിക ഡാമുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന സാഹസികമായ പ്രതിരോധ നടപടികളാണ് ഹംഗേറിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. യൂറോപ്പിലുടനീളം നദികൾ വറ്റി വരളുന്നത് രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിക്കും പരിസ്ഥിതി ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ജപ്പാനിലെ ചിബ പ്രവിശ്യയിൽ പ്രളയത്തിലും കനത്ത മഴയിലും 4 പേർ മരിക്കുകയും മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തു. റോഡ് റെയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് ടോക്കിയോയിലെ നരിത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 7000-ഓളം യാത്രികൾ കുടുങ്ങിക്കിടക്കുകയാണ്. കിഴക്കൻ ജപ്പാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 360 മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തിറങ്ങിയത്. ചിബ മേഖലയിലെ ചരിത്രത്തിലാദ്യമായി ജപ്പാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഉയർന്ന ലെവൽ 5 റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. കനത്ത പ്രളയത്തിൽ റോഡുകളും റെയിൽവേ പാതകളും വെള്ളത്തിനടിയിലാവുകയും വാഹനങ്ങൾ മുങ്ങി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തത്തെ തുടർന്ന് മേഖലയിലെ 25,000-ഓളം വീടുകളിൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. റോഡ് റെയിൽ ഗതാഗതം സ്തംഭിച്ചതോടെ നരിത വിമാനത്താവളത്തിലേക്കെത്തിയ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ടെർമിനലുകളിൽ രാത്രി കഴിച്ചുകൂട്ടുവാൻ നിർബന്ധിതരായത്. വിമാനത്താവള അധികൃതരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് യാത്രക്കാർക്ക് കുടിവെള്ളവും ഭക്ഷണവും സ്ലീപ്പിംഗ് ബാഗുകളും വിതരണം ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ജാപ്പനീസ് സൈന്യത്തെ രംഗത്തിറക്കിയിട്ടുണ്ടെന്നും പ്രളയജലം ഇറങ്ങുന്നതനുസരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു.
നൈജർ തലസ്ഥാനമായ നിയാമോയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട അമേരിക്കൻ മിഷണറി പൈലറ്റ് കെവിൻ റെഡൌട്ടിനെ തടവിലാക്കി മാസങ്ങൾക്ക് ശേഷം മോചിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലുള്ള അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി യുഎസിലേക്ക് മടങ്ങുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സെർവിംഗ് ഇൻ മിഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ പൈലറ്റായ കെവിൻ റൈഡൌട്ടിനെ വിമാനത്താവളത്തിലേക്ക് പോകും വഴി ആയുധധാരികളായ സംഘം തട്ടിയെടുക്കുന്നത്. ഐസിസ്, അൽഖ്വയ്ദ ഭീകര സംഘടനകൾക്ക് ശക്തമായ സ്വാധീനമുള്ള തില്ലാബെറി മേഖലയിലേക്കാണ് തട്ടിക്കൊണ്ടുപോയവർ കടന്നുകളഞ്ഞത്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി യുഎസ് ഭരണകൂടം അയൽരാജ്യമായ മാലിയിൽ ഉൾപ്പെടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ ഊർജിത നീക്കങ്ങൾ നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ റൈഡൌട്ടിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് മോചന വിവരം ഉറപ്പിച്ചത്. അദ്ദേഹത്തെ ഏത് ഭീകര സംഘടനയാണ് കസ്റ്റഡിയിൽ വെച്ചിരുന്നതെന്നോ ഏത് സാഹചര്യത്തിലാണ് മോചനം സാധ്യമായതെന്നോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകൂ. മേഖലയിൽ സുരക്ഷാ ഭീഷണിയും തട്ടിക്കൊണ്ടുപോകലുകളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈ മോചനം അമേരിക്കൻ നയതന്ത്ര ഏജൻസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിക്കൊണ്ട് അറബ് ലോകത്ത് ഈ ചരിത്രപരമായി തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ രാജ്യമായി ലബനോൻ പാർലമെന്റ് മാറി. വധശിക്ഷയ്ക്ക് പകരം കഠിന തടവ് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിലവിൽ മരണശിക്ഷ കാത്തുകഴിയുന്ന നിരവധി തടവുകാരുടെ ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്യപ്പെടും. 2004 മുതൽ രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നതിന് അനൌദ്യോഗിക വിലക്ക് നിലനിന്നിരുന്നുവെങ്കിലും കോടതികൾ വീണ്ടും വധശിക്ഷ വിധിക്കുന്നത് തുടരുകയായിരുന്നു. പുതിയ നിയമനിർമ്മാണത്തിലൂടെ വധശിക്ഷയും ജീവപര്യന്തം തടവും 17 ജയിൽ വർഷങ്ങളായി ചുരുക്കും. ലബനൻ ജയിൽ വ്യവസ്ഥ അനുസരിച്ച് 1 വർഷം എന്നത് 9 മാസമായി കണക്കാക്കുന്നതിനാൽ തടവുകാർക്ക് ഏകദേശം 12 വർഷവും 9 മാസവും മാത്രമേ യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരൂ. ലോകമെമ്പാടും വധശിക്ഷ നിർത്തലാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചില രാജ്യങ്ങളിൽ വധശിക്ഷ നടപ്പാക്കുന്നത് കുത്തനെ ഉയർന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാന് പുറമെ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും വധശിക്ഷകൾ വൻതോതിൽ തുടരുമ്പോഴാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിൽ നിർണായക ചുവടുവെപ്പുമായി ലബനൻ അറബ് ലോകത്തിന് മാതൃകയാകുന്നത്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.